തടസ്സമായി അനിയൻ കുഞ്ഞില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള വഴികളൊക്കെ നമുക്ക് നോക്കാം മൂർത്തി. എന്തായാലും നിങ്ങളുടെ വക്കീൽ വരട്ടെ, ഞാൻ അനുവാദം തരാം. തൽക്കാലം ഒന്ന് പുറത്തു പോയി നിൽക്ക്. സാറ് സഹായിക്കണം. എന്തു പറഞ്ഞു മോളെ? CI നല്ല രീതിയിലാ സംസാരിച്ചേ. നമ്മുടെ വക്കീല് വന്നിട്ട് ബാക്കി പറയാന്ന് പറഞ്ഞു. നമ്മുടെ വക്കീൽ വന്നല്ലോ. സാറേ, ഇതാ അനിയൻ സാറിന്റെ മോള്. ഗുഡ് മോർണിംഗ്. സാറേ, അച്ഛനെ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഇതിപ്പോ വീടിനകത്ത് ആത്മരക്ഷാർത്ഥം ചെയ്ത കാര്യമല്ലേ. അതിന്റെ പേരില് ഇങ്ങനെ പിടിച്ചു വെക്കാനുള്ള അവകാശമൊന്നും ഇവർക്കില്ല. പ്രത്യേകിച്ച് കുത്തേറ്റയാള് മരിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വാ മൂർത്തി. ഗോപാലമാമ, വക്കീല് പറയുന്നത് കേട്ടിട്ട് എന്താ തോന്നിയേ? അതിപ്പോ ഞാനെന്ത് പറയാനാ മോളെ? നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ അവർക്കല്ലേ അറിയൂ. എന്താ വക്കീലേ, സുഖാണോ? നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നു. എന്താടോ മൂർത്തി, എന്താ എന്റെ ഉദ്ദേശം? ഞാനെന്താ ചെയ്യണ്ടേ? എന്റെ പൊന്ന് സാറേ, വേറെ ഒന്നും വേണ്ട. വക്കീൽ സാറ് ജാമ്യത്തിന് വേണ്ടി അതിശക്തമായി വാദിച്ചു. സാർ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞു. അതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിൽ ചെറിയ സംഘർഷം ഉണ്ടായി. എന്നിട്ട് അവസാനം ഈ വക്കീൽ സാറിനെ ഈ ക്യാബിനിൽ നിന്ന് പുറത്താക്കണം, അത്രയേ ഉള്ളൂ. താൻ കൊള്ളാലോടോ മൂർത്തി, മൊത്തം തിരക്കത് എഴുതിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നിരിക്കുവാണല്ലേ? ഇത് ഞാൻ പറഞ്ഞൊന്നും അല്ല സാറേ, സത്യവതി മാഡത്തിന്റെ തിരക്കഥയാ. നിങ്ങളെ രണ്ടാളെയും വിളിച്ചിരുന്നില്ലേ? ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഈ കുത്തേറ്റയാളുടെ അവസ്ഥ എന്താ? തീരുവോ? ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഡോക്ടർമാർക്ക് ഒട്ടും ഹോപ്പില്ല. എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് ശ്രീനിവാസനെ എത്ര സമയം കസ്റ്റഡി വെക്കാം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുറപ്പുമില്ല അല്ലേ? യെസ്. അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയല്ലേ. ആളെ പുറത്തുവിടാനേ പാടില്ല. ആ കാര്യം ആലോചിക്കുകയേ വേണ്ട. സ്റ്റേഷന്റെ അകത്ത് വന്നിരുന്ന് നിയമം എടുത്ത് അമ്മാനാടുന്നത് ഇപ്പൊ താനാണല്ലോടോ മൂർത്തി. അയ്യോ, അച്ഛനവിടെ കാണുന്നില്ലല്ലോ. സങ്കടം സഹിക്കാനാവാതെ അങ്ങോട്ടെങ്ങാനും മാറി നിന്ന് കാണും മോളെ. വക്കീലകത്തേക്ക് പോയിട്ട് കുറെ നേരമായല്ലോ, ഇതുവരെ കാണുന്നില്ലല്ലോ ആളെ. മോളെ, അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞ ഡ്യൂട്ടിയിൽ എവിടെ വന്നാലുണ്ടല്ലോ. തനിക്കെന്തോ കാര്യം പറയാൻ മനസ്സിലാവത്തെ? സാറേ, സാറിന്റെ ധിക്കാരം എൻ്റെ അടുത്ത് കാണിക്കണ്ട. ഞാൻ കുറെ പോലീസ് സ്റ്റേഷനും പോലീസുകാരെയൊക്കെ കണ്ടിട്ടുള്ളതാ. നിയമം നന്നായി പഠിച്ചും അതിന് കഴിവ് തെളിയിച്ചും കൊണ്ടൊക്കെ തന്നെയാ ഞാൻ ഈ പൊസിഷനിൽ എത്തിയത്. ഇനി എനിക്കെന്താ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് താൻ എന്താന്ന് വെച്ചാ കാണിക്ക്. തൽക്കാലം താൻ പറഞ്ഞ വകുപ്പ് വെച്ച് ഈ ശ്രീനിവാസനെ പുറത്തുവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, മനസ്സിലായില്ലേ? അയാള് കാണുന്ന പോലെ ഒന്നുമല്ല, ആരെ അനുസരിക്കുന്ന ടൈപ്പും അല്ല. എല്ലാം ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞല്ലേ സാർ അകത്തോട്ട് പോയത്. എന്നിട്ടെന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്ന് പറഞ്ഞാ എനിക്ക് ചില പരിമിതികളൊക്കെ ഇല്ലേ. ഇനിയിപ്പോ കോടതി നോക്കാനേ പറ്റൂ. അതെ, എന്നാ നിങ്ങൾക്കാർക്കും ഇറങ്ങാറായില്ലേ? ഇത് സാറിന്റെ വസ്തുവൊന്നുമല്ലല്ലോ, ഇത് പൊതുമുതലല്ലേ. അവർക്കിവിടെ നിൽക്കാനും അവകാശമുണ്ട്. താനെന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? എല്ലാവരും ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. ആ, കുട്ടിയോടെ നിൽക്ക്. അച്ഛനെ കാണണമെന്ന് പറഞ്ഞല്ലേ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയി സംസാരിക്കാം. അധികം നേരം നിൽക്കാതിരിക്കുക. എന്നാ പിന്നെ മൂർത്തി, ഞാൻ പോവാ. ശരി,
ഞാൻ അങ്ങോട്ട് വരാം സാറേ. എന്തെങ്കിലും ഒരു മാർഗം നോക്കാതെ പറ്റില്ലല്ലോ. ഇനിയിപ്പോ കോടതി ജാമ്യം തന്നെ രക്ഷ. അപ്പോ കോടതി നോക്കാം. ആ ശരി. ഹലോ, എന്തായി മൂർത്തി? വക്കീലും CIയും ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെരുമാറി. ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാ. മിക്കവാറും ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അവര് പൂട്ടാനും സാധ്യതയുണ്ട്. കൊലപാതകം ശീലമാക്കിയ ആളെന്നാണ് പരിഗണന. ഹാ, മൂർത്തി, അനിയൻ കുഞ്ഞ് ഇവിടെ ഇല്ലാതാവേണ്ടത് നമ്മുടെ ആവശ്യമൂർത്തി. എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെയാണ് കൃഷ്ണയുടെ ആ ശാന്തിയുടെയും പേരിൽ സ്വത്ത് മുഴുവൻ എഴുതി വെച്ചത്. അതെന്റെ പേരിൽ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. അല്ല, ഈ സാഹചര്യത്തിൽ അത് തടസ്സമായി അനിയൻ കുഞ്ഞില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള വഴികളൊക്കെ നമുക്ക് നോക്കാം മൂർത്തി. അനിയൻ കുഞ്ഞ് എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ മൂർത്തി, ജീവിതകാലം മുഴുവൻ അവനെ അനിയനായി ഞാൻ കൂടെ കൊണ്ടു നടന്നേനെ. പക്ഷെ അവന്റെ ആഗ്രഹങ്ങൾ വലുതായിപ്പോയി. അവൻ അവന്റെ മോളെ വേണം, എന്നിട്ടെല്ലാം മോളുടെ പേരിൽ എഴുതി വെക്കണം. അതൊന്നും നമ്മൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. കാര്യങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞ് സത്യവതി മാഡത്തിന്റെ അടുത്തോട്ട് എത്തിയില്ലേ? ആ, ഇനി കോടതിയുണ്ട്. കോടതിയിൽ വിചാരണയുണ്ട്. അതും കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയ സമാധാനായി. താൻ ഫോൺ വെച്ചോ, ബാക്കി വന്നിട്ട് സംസാരിക്കാം. ആ ശരി. എന്താ? അല്ല സാറേ, ഇനി കോടതിയിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. കോടതി കാര്യങ്ങൾ എന്താന്ന് വെച്ചാ ഞാൻ നോക്കിക്കോളാം. താൻ കൂടുതൽ തലപോയിക്കണ്ട. അല്ല, എന്താ? ഏയ്, ഒന്നുമില്ല മോളെ. എന്തൊക്കെയോ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നത് പോലൊരു തോന്നല്. ആ, നമുക്ക് നോക്കാം. കൃഷ്ണമോള് വരട്ടെ. പോയി അച്ഛനെ കണ്ടോളൂ. അച്ഛാ, അച്ഛാ,